ഹലോ. എങ്ങോട്ടാണ് ഈ തുള്ളിച്ചാടി പോണേന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. സമയം ദേ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇത്താത്തയുടെ കൂടെ ഷോറൂമിൽ പോണതാണ്. ഇത്താത്തയുടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് അപ്പോൾ മാളയിലാണ് ഷോറൂം. എന്നെ നാട് കടത്തി വിട്ട സ്ഥലം, അതായത് എന്നെ കല്യാണം കഴിച്ച് വിട്ട സ്ഥലം മാളയിലാണ്. അപ്പോൾ ഞങ്ങൾ മാളയിലേക്കാണ് പോണത്. അപ്പോൾ കൂടെ ഇത്താത്തയുണ്ട്. ഇതാണ് എൻ്റെ ഇത്താത്ത. മിക്ക വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്താത്തനെ കുറിച്ചിട്ട്, പക്ഷെ ഇത്താത്തനെ അങ്ങനെ കാണാൻ കിട്ടാറില്ല. അപ്പോൾ വണ്ടി ദേ അവിടെയാണ് വെച്ചേക്കണത്. പിന്നെ ഞങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഓണത്തിന് കൊടുക്കാനുള്ള സാരിയാണ് ആ കവറിലുള്ളത്. അപ്പോൾ ആ സാരി ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അങ്ങനത്തെ ഹെൽമെറ്റ് ഒക്കെ ഇട്ടത് ഇറങ്ങിയ ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഈ ഒരു മഞ്ഞ ഹെൽമെറ്റ് നന്നായിട്ട് ഇണങ്ങണില്ല. അല്ലെങ്കിൽ എനിക്ക് മഞ്ഞ ഹെൽമെറ്റ് ഇഷ്ടമല്ല, പക്ഷെ ബ്ലാക്കിൻ്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ടൂ വീലറിന് ഇറങ്ങി. വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പായി പോകുന്നുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എത്തണം. പിന്നെ അതേപോലെ തന്നെ കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിർത്തിയത് കോട്ട് ഇട്ടിട്ട് അടുത്താനുള്ള സ്ഥലമാണ്. ഞങ്ങൾ എപ്പോഴും കാണുന്നത് അപ്പൂപ്പനാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഇതുപോലുള്ള പ്രായമായവരോടൊക്കെ ഭയങ്കര ഒരു കരുണയും സ്നേഹമൊക്കെ അത് പണ്ട് മുതലേ ഉണ്ട്. അതായത് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായാലും പ്രായമായവരോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഭിക്ഷ എടുക്കുന്ന ആൾക്കാരോട് എല്ലാവരോടൊക്കെ ഞാൻ ഒരുപാട് സംസാരിക്കും. എനിക്കത് മനുഷ്യത്വം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു അപ്പൂപ്പൻ്റെ പഴയ കാര്യങ്ങൾ പറയുന്ന ആൾ ഒരുപാട് സ്ഥലത്തൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളാണെന്നൊക്കെ. അങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകണം. പക്ഷേ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ എന്നും അതേ നല്ല മഴയായിരിക്കും. ഒരു ഓറഞ്ച് കോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇത്താത്തയുടെ മോൻ്റെ കോട്ടാണ്. ഇത്താത്തേ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കോട്ടൊക്കെ ഇട്ടിട്ട്, അതായത് കാണുമ്പോൾ ചെറിയ മഴയാണെന്നുണ്ടെങ്കിലും ഒരു മഴവെള്ളം നമ്മുടെ മേത്ത് വീഴുമ്പോൾ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്. അല്ലെങ്കിൽ ഞാൻ കോട്ടിടൂലായിരുന്നു. അങ്ങനത്തെ ഷോറൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അവരത് ശരിയാക്കിയൊക്കെ തന്നിട്ടാ. അങ്ങനത്തെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാണ് എൻ്റെ കെട്ടിച്ച് വിട്ട സ്ഥലം എന്ന് ഞാൻ പറഞ്ഞില്ലേ, മാളയെന്ന് പറഞ്ഞില്ലേ, മാളയിലാണ്. അപ്പോൾ മാളയിൽ എത്തുമ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഓർമ്മ വരും. കാരണം ആളുടെ കൂടെ ഒരുപാട് തവണ നമ്മൾ വർഷങ്ങളോളം ഇതിലേക്ക് സഞ്ചരിച്ചതല്ലേ. അപ്പോൾ ആൾ ഗൾഫിൽ പോയതുകൊണ്ട് ആളെ ഭയങ്കര മിസ്സിങ് ആണ് ഈ ഒരു സ്ഥലം എത്തുമ്പോൾ. അപ്പോൾ എനിക്ക് അല്ലാത്ത സമയത്ത് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പോയെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ മിസ് ചെയ്യില്ല. കാരണം ഞാൻ ബസ്സിന് പോയിട്ട് തിരിച്ച് ഒരു പിന്നത്തെ ബസ് തന്നെ ഇങ്ങോട്ട് കയറി പോരും. എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയിട്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിൻ്റെ ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ജസ്റ്റ് നോക്കാമെന്ന് കരുതി. ഓണത്തിൻ്റെ സീസണല്ലേ, നല്ല മോഡൽ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പോയത് നൈറ്റിയുടെ സെക്ഷനിലാണ്. അപ്പോൾ നല്ല നൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ നല്ല ഹൈറ്റുള്ള ടീമായതുകൊണ്ട് തന്നെ നൈറ്റിയെ കിട്ടാൻ നല്ല പാടാണ്. വേറൊന്നുമല്ല, നല്ല നൈറ്റികളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലെങ്ത് ഉണ്ടാവില്ല. അപ്പോൾ നല്ല നൈറ്റികളൊക്കെ അടിയിലുണ്ട്. ഇങ്ങനെ കൂമ്പാരം പോലെ കൂട്ടിയിട്ടതുകൊണ്ട് നമുക്ക് നോക്കിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ സെയിൽസ് ഗേളൊക്കെ നല്ല തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് നോക്കിയെടുക്കണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞ് ചുരിദാർ നല്ലതുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലക്കിന് കിട്ടി. കാരണം ഈ ഒരു കടയിൽ ഞാൻ അങ്ങനെ എടുക്കാറില്ല. പണ്ട് മുതൽ ഒന്നും എടുത്താൽ എനിക്ക് വലിയ തൃപ്തി വരാറില്ല. അങ്ങനെ ഞാൻ ഒരു ബ്ലാക്ക് ചുരിദാർ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കൈയില്ല, ഉള്ളിൽ കൈ വെക്കാനുള്ളതുണ്ട്. അപ്പോൾ ഇതിനത് കൈ വെക്കാൻ വേണ്ടിയൊക്കെ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് ഇത്താത്ത പറയാറുണ്ട്, നിനക്ക് ബ്ലാക്ക് നന്നായിട്ട് ചേരുമെന്ന് പറയാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ വീട്ടിലിടാൻ ഓൾറെഡി ഞാൻ നൈറ്റിയുടെ സെക്ഷനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തയ്ക്കാനുള്ള കടയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ല മഴ കേട്ടോ. അപ്പോൾ അവിടെ ഒരു അടുത്ത് തന്നെ ഒരു ബ്യൂട്ടി പാർലറും തയ്യലും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അവർ കൈവച്ച് തരുമെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞാൽ അപ്പം തന്നെ കൈവച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അടുത്ത് ഞാൻ ബ്ലൗസൊക്കെ അടിക്കാൻ കൊടുക്കുന്ന സ്ഥലമുണ്ട്. പക്ഷെ അവിടെ നല്ല തിരക്കാണ് ഓണത്തിൻ്റെ. അപ്പോൾ ഇവിടെ തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ അതേ ഷവർമ കഴിക്കാൻ തോന്നി. അപ്പോഴത്തേനും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. അപ്പോൾ ഈ ഒരു ഷോപ്പ് എത്തിയപ്പോഴും എനിക്ക് വീണ്ടും എൻ്റെ ഹസ്ബൻഡിനെ മിസ് ചെയ്ത്. കാരണം നമുക്ക് ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് കൂടെയുള്ള പോലെ ആവില്ലല്ല. കാരണം എനിക്ക് ആളുടെ ആയിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. ആളെ പറ്റി പറയുമ്പോഴായാലും എന്തായാലും എനിക്ക് വിഷമവും സങ്കടവും എല്ലാം ഒരുമാതിരി അവസ്ഥയാണ്. അങ്ങനത്തെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഷവർമയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും ഞങ്ങൾക്ക് റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ റിസപ്ഷന് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാനും ഇത്താത്തയുടെ കൊച്ചും എൻ്റെ മോനും കൂടി ഉണ്ട് റിസപ്ഷന് പോകാനായിട്ട്. അവിടെ എത്തി. തൊട്ടടുത്തുള്ള ഹാളിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങളത് അങ്ങോട്ട് നടക്കുകയാണ്. പിന്നെ മഴയുണ്ട്. ഈ ഒരു സമയത്ത് ചെറിയൊരു തോർച്ചയുണ്ടായിരുന്നു. പിള്ളേർക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത്. പിന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. വിശപ്പുണ്ടായിരുന്നു. ഷവർമ കഴിച്ചെങ്കിൽ പോലും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എനിക്ക്. വേറെ ഒന്നുമല്ല, ഉച്ചക്ക് വളരെ ലൈറ്റായിട്ടാണ് കഴിച്ചത്. പിന്നെ മഴ സമയത്ത് നമുക്ക് വിശപ്പ് എന്തായാലും കൂടുമല്ലോ. അത് എനിക്ക് മാത്രമാണെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ ഇത്താത്തയും പറയാറുണ്ട്, ഇത്താത്തക്ക് മഴക്കാലത്ത് ഭയങ്കര വിശപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും, വിശപ്പ് കൂടും എന്നൊക്കെ പറയാറുണ്ട്. ഇത്താത്തയും പറയാറുണ്ട്. അങ്ങനെ ഞങ്ങളിതേ ഹാളിലോട്ട് കയറി. ഇനിയിപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കണമെന്നുണ്ട്. എപ്പോഴും അതേ കല്യാണത്തിന് പോകുമ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കണമെന്നുണ്ടാവും. പക്ഷേ ഫുഡ് കാണുമ്പോൾ അങ്ങനെ കഴിക്കാൻ തോന്നാറില്ല. ഭയങ്കര മട്ടിപ്പ്. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു, താറാവ് ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ പത്തിരി, വെള്ളയപ്പം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.